കൊച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാവേ. ഉള്ളിവട, ഉഴുന്നോടല്ലേ, ഉള്ളിവട നമുക്കൊന്ന് തയ്യാറാക്കാവേ. നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. 5 സവാള എടുത്തിട്ടുണ്ട്. സവാള, 1 കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ. മൈദ 1.5 കപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച പുളിമാവാണ്. ഇത് ഇച്ചിരി ഒഴിക്കുന്നുണ്ട്. പുളിമാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തലേ ദിവസത്തെ പുളിമാവാണ്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. പുളിമാവ് ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുവേ. അതിനാ പുളിമാവ് ചേർത്ത് കൊടുത്തത്. നമ്മൾ തൊള്ളി കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിയാപ്പില നമുക്ക് കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുത്ത് വടയാക്കി എടുക്കാവേ. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണയാണേ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഒരു ലേശം വെള്ളം എടുത്ത് വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇങ്ങനെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമുക്ക് അപ്പോൾ 4 എണ്ണ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. എന്നാന്ന് വെച്ചാൽ കുറച്ച് എണ്ണയെ ഞാൻ എടുത്തിട്ടുള്ളൂ. എണ്ണ മിച്ചം വരുവായുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എണ്ണ നമ്മൾ ഒത്തിരി ഉപയോഗിച്ച് അങ്ങനെ ഒത്തിരി എടുത്ത് വെക്കുകയല്ലോ. ഇത് നമുക്കങ്ങ് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് നമുക്ക് വട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു 4 മണി പലഹാരമായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഉള്ളിവട റെഡിയേ. അപ്പം ബാക്കിയും കൂടെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാവേ. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിവട റെഡി. അപ്പോൾ നല്ലൊരു 4 മണി പലഹാരമാണ്. 2-3 സവാളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്ന് അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കടയിൽ നിന്ന് കിട്ടുന്നേക്കാളും നല്ല രുചിയാണ്. എന്നാന്ന് വെച്ചാൽ വെളിച്ചെണ്ണയൊക്കെ നമ്മളിപ്പോൾ എടുക്കുന്ന വെളിച്ചെണ്ണയില്ലേ, അതൊക്കെ പഴകിയ എണ്ണയൊക്കെ അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് കടുങ്കാപ്പി അടിപൊളിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം കൊച്ചൂസ് കിച്ചൺ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ ബൈ.